സാഭിമാനം സാഹിത്യനഗരം. മുതലക്കുളത്തെ അലക്കുകല്ലിനെ പൊന്നാടയണിയിച്ച വിരൂപറാണി മത്സരം സംഘടിപ്പിച്ച തെങ്ങുകയറ്റക്കാർക്ക് കോളേജ് തുടങ്ങി ജില്ലാ കലക്ടർ UKS ചൗഹാനെ തെങ്ങിൽ കയറ്റിയ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകൾക്ക് പകരമായി ടെമ്പിൾ അറ്റാച്ച്ഡ് ലോഡ്ജ് ഉണ്ടാക്കിയ ഭാര്യമാരുടെ സേവനം ശ്രേഷ്ഠമായി കണ്ട് അവർക്ക് പെൻഷൻ നൽകാൻ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച രാംദാസ് വൈദ്യരെ കോഴിക്കോട്ടുകാർ എങ്ങനെ മറക്കാനാണ്? കോളേജിനാകെ ഒരു തെങ്ങ് മതി, 4-5 തെങ്ങുണ്ട് ധാരാളം. അതാണ് ഈ കോളേജിൻ്റെതായ സ്പാർക്ക്. അതിൻ്റെ ഒരു തൊഴിലാളിൻ്റെ അടുത്ത് കിട്ടിയാണ്. അപ്പം പിന്നെ പ്രിൻസിപ്പൾ അപ്പോയിന്റ് ചെയ്തതിനെ പറ്റിയുള്ള വിവാദം വന്നു. വൈദ്യരുടെ സ്വന്തം തെങ്ങുകയറ്റക്കാരനെ അതിപ്പോൾ സ്വതവേ നടക്കുന്നതിൻ്റെ ഒരു വേറൊരു ഹാസ്യമാണ്. വൈദ്യരെ അതിൽ സ്വജനപക്ഷപാതം ചെയ്തു. അപ്പം ഞാൻ മറുപടി കൊടുത്തു, ഇതുവൻ്റെ കയ്യിൽ നല്ലൊരു ആയുധമുള്ളവനാണ്. അപ്പം നമ്മൾ പരിചയമില്ലാത്തതിനകത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് കരുതണം. അതുകൊണ്ടാണ് ഞാൻ പരിചയമുള്ള എനിക്ക് പരിചയമുള്ള ആളെ തന്നെ അപ്പോയിന്റ് ചെയ്തത്. അതാണ് പ്രിൻസിപ്പൾ. വൈസ് ചാൻസലറും വൈസ് ചാൻസലറും ഇവരൊക്കെ എന്നോട് ചോദിച്ചു, വൈദ്യരെ നിങ്ങൾക്ക് എവല്യൂഷൻ വേണ്ടേ? ഞാൻ പറഞ്ഞു, ഇതിന് ആവശ്യമില്ല. അത് കാരണം ഇത് ടോപ്പിലാണ് കോളേജ് നിൽക്കുന്നത്. ആ ടോപ്പിൻ്റെ കീഴിലെ യൂണിവേഴ്സിറ്റി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിത് വേണ്ടാന്ന് ഞാൻ വൈസ് ചാൻസലറോട് പറഞ്ഞു. അയാൾ വൈസ് ചാൻസലർ ചിരിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ ഇവിടെ ചോദിച്ചില്ല. അതൊരിക്കലും പെൺകുട്ടികൾക്ക് അത് വീക്കാൻ പറഞ്ഞ നല്ലതാൻ തന്നെ ഒരു മാർക്കറ്റ് കയറുന്നുണ്ട്. ഈ തെങ്ങുമ്പലും കൂടെ കയറണ്ട. എൻ്റെ അടുത്ത് മഹിളാ പ്രവർത്തകർ എന്നോട് ചോദിച്ചു, എന്താ വൈദ്യുതി ഞങ്ങളോട് ഇങ്ങനെ എത്തി? ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മേനോടുള്ളൊരു ആദരവാണ്. ഇത് അങ്ങനത്തെ ഒരു കയറ്റാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഇങ്ങനെ എന്താ ചെയ്തോളി. ദയവായിട്ട് ഇതിൽ സ്ത്രീകൾ അപേക്ഷിക്കരുത്. അപേക്ഷിച്ചായിട്ട് കിട്ടൂല. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന വിരൂപരാജ വിരൂപറാണി മത്സരം വോയിസ് ഓഫ് അമേരിക്കയിലും BBC വേൾഡിലും ചർച്ചാ വിഷയമായിരുന്നു എന്നോർക്കണം. ആര്യവൈദ്യവിലാസിനി വൈദ്യശാലയിലിരിക്കുമ്പോഴും ആളുകൾ അദ്ദേഹത്തെ ചിരിവൈദ്യൻ എന്നു വിളിച്ചെങ്കിൽ അതിനർത്ഥം വേറെയാണ്. ചിരിപ്പിക്കുന്ന വൈദ്യൻ മാത്രമായിരുന്നില്ല രാമദാസ് വൈദ്യർ, ചിരിയുടെ വൈദ്യൻ കൂടിയായിരുന്നു. വൈദ്യരുടെ മരുന്നുപെട്ടിയിൽ ചിരിയും ഒരൗഷധക്കൂട്ടായി ഉണ്ടായിരുന്നു. രാമദാസ് വൈദ്യരെ പോലെ ചിരിയും ചിന്തയും ഒരുമിച്ച് കൊണ്ടുപോയ എഴുത്തുകാർ കേരളക്കരയിൽ അപൂർവമാണ്. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ആദ്യ പേര് മാണിക്കോത്ത് രാമുണ്ണി നായർ എന്ന MR നായരുടേതാണ്. സ്വന്തം പേരിനേക്കാൾ സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ട ചിന്തകനായിരുന്നു MR നായർ. അങ്ങ് തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ട് ഗുമസ്തനായും അധ്യാപകനായും കുടിയേറുമ്പോൾ ചിരിയുടെ ചിന്തയുടെ ഭാണ്ഡക്കെട്ടുണ്ടായിരുന്നു MR നായരുടെ ചുമലിൽ. പരിഹാസ പുതു പനിനീർ ചെടിക്കെടോ ചിരിയത്രേ പുഷ്പം, ശകാരം മുള്ളുതാൻ. അതെ, വെറും ശകാരമല്ല, മുള്ളുപോറുന്ന ശകാരം. ആ ശകാരത്തോടൊപ്പം പടർന്നു കയറുന്ന ചിരി. ഏത് പോറലിനെയും മായ്ച്ചു കളയാൻ അതിനു സാധിക്കും. കുഞ്ചൻ നമ്പ്യാർ ചെയ്തതും അതുതന്നെയാണ്. സഞ്ജയൻ, വിശ്വരൂപം എന്നീ മാസികകൾ MR നായർ എന്ന പേരിനെ മായ്ച്ചു കളഞ്ഞു എന്നതാണ് സത്യം. സഞ്ജയന്റെ ഹാസ്യലേഖനങ്ങളിൽ പ്രധാന പ്രമേയം കോഴിക്കോട് മുനിസിപ്പൽ ഭരണ സംവിധാനമായിരുന്നു. കുടിവെള്ളം, ശുദ്ധവായു, വിദ്യാഭ്യാസ സൗകര്യം, ചികിത്സാ സംവിധാനങ്ങൾ തുടങ്ങി സാധാരണ പൗരന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി സഞ്ജയൻ ശബ്ദമുയർത്തി. ഇത്തരം പ്രശ്നങ്ങൾ ഇന്നും പ്രശ്നങ്ങളായി തന്നെ നിൽക്കുമ്പോൾ സഞ്ജയൻ സമകാലികനാകുന്നു. ₹5 കടമെടുക്കാനുണ്ടോ? ഞാൻ നിങ്ങളെ അറിയില്ലല്ലോ. ധൈര്യം കൊണ്ടല്ലേ ചോദിച്ചത്. ഇവിടെ മദ്രാസിലുള്ളതിനേക്കാൾ പൊടിയുണ്ട്, കൊച്ചിയിലുള്ളതിനേക്കാൾ ചളിയുണ്ട്, വയനാട്ടിലുള്ളതിനേക്കാൾ കൊതുകുണ്ട്, മത്തിപ്രസിലുള്ളതിനേക്കാൾ ദുർഗന്ധവുമുണ്ട്. ഇവിടെ പരിചയമുള്ള മൂക്കിന് നരിമട സുരഭിലമായി തോന്നും. ഇവിടെ പഴകിയ കണ്ണ് ഏത് മാലിന്യത്തെയും അറപ്പില്ലാതെ നോക്കും. ഇവിടത്തെ കാറ്റിലോ മണ്ണിലോ വെള്ളത്തിലോ ഇല്ലാത്ത മഹാരോഗബീജങ്ങൾ ഈ ത്രിഭുവനത്തിൽ ഉണ്ടായിരിക്കുകയില്ല. 22/8/1934 കോഴിക്കോട് മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് സഞ്ജയൻ ഇങ്ങനെയാണ് വിശദീകരിച്ചത്. സഞ്ജയന്റെ ഫലിതങ്ങൾ ഇന്നും നമ്മുടെ ചുണ്ടിൽ പുഞ്ചിരി ഉളവാക്കുന്നതാണ്. അച്ഛാ, ആ മേശപ്പുറത്ത് 4 ഈച്ചകളുണ്ട്. അവയിൽ 2 ആണീച്ചകളും 2 പെണ്ണീച്ചകളുമാണ്. നീ എങ്ങനെ മനസ്സിലാക്കി? അതോ, 2 സിഗരറ്റ് ടിന്നിന്മേലാണ്, 2 കണ്ണാടിമേലും. സാഭിമാനം സാഹിത്യനഗരം. രചന മധുശങ്കർ മീനാക്ഷി. സാക്ഷാത്കാരം C. കൃഷ്ണകുമാർ. നിർവഹണ സഹായം നിഷ P. സാഭിമാനം സാഹിത്യനഗരം ഇനി ബുധനാഴ്ച രാവിലെ 7:10.